Next section, section 2, solutions of a system of first order differential equation. Okay. നമ്മൾ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറംസ് കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറാണ് ഇനി പറയാൻ പോകുന്നത്. സോ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പറയുന്നതിന് മുന്നേ നമ്മൾ തൊട്ട് മുന്നേ അത് പറയുന്നതിന് മുന്നേ നമ്മൾ എഴുതി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. Let the system of first order differential equation in n dependent variable is എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ സിസ്റ്റം എന്താണെന്ന് എഴുതി വെക്കണം. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പറയാൻ പോകുന്നത് ദ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് ഓഫ് ദ സൊല്യൂഷൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബോത്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് ഓഫ് ദ സൊല്യൂഷൻസ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്തിൻ്റെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്? സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ലീനിയർ ഇക്വേഷൻ ആയിക്കോട്ടെ നോൺ ലീനിയർ ഇക്വേഷൻ ആയിക്കോട്ടെ, രണ്ടിൻ്റെയും കേസിലാണ് നമ്മളിതിവിടെ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പോൾ state the existence and uniqueness theorems for the solutions of the differential equation, system of differential equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയുന്ന രണ്ട് തിയറംസ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണെന്നും നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താണെന്നും പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യം ഇങ്ങനെയാണ്: കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ n ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പോർഷൻ എഴുതി വെക്കണം. അതിനുശേഷം നമ്മൾ പറയണം ആൻഡ് ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ x1 of t naught is equal to x1 naught and x2 of t naught is equal to x2 naught and etc up to xn of t naught is equal to xn naught എന്ന് നമ്മൾ എഴുതണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ തിയറം, അതായത് രണ്ടും കൂടിയും ക്ലബ് ചെയ്തിട്ട് വേണം എഴുതാൻ. എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറംസ് ഫോർ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഓഫ് എ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മളോട് ഒരുപാട് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറംസ് പഠിച്ചിട്ടുണ്ട്. സോ ദ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം ഫോർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ എഴുതണം. അതിൻ്റെ കേസിൽ വരുന്നത് വരണം. ദെൻ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം ഫോർ ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ എഴുതണം. അല്ല, സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഈ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം എന്താ പറയുന്നത്? സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ദ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം ഫോർ എ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ രണ്ട് തിയറംസ് ആണ് സ്റ്റേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഗിവൺ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ഇവിടെ തിയറം പറയാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓക്കെ അത് പറഞ്ഞ് അവിടെ ഏറ്റവും ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ജനറൽ ഫോമായിരുന്നു നമ്മൾ എടുക്കേണ്ടത്. ലീനിയറിൻ്റെ ഫോം അല്ല. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ലീനിയറിനും നോൺ ലീനിയറിനും ട്രൂ ആണ്, അതായത് രണ്ട് കേസസിന് കൂടി ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു ജനറൽ ഫോമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ ആ P11 ഓഫ് ടി ഇൻറ്റു എക്സ് ആ ഒരു ഫോമില്ലേ, അതല്ല എടുക്കേണ്ടത്. x1 dash of t is equal to function of t x1 x2 etc up to xn എന്ന് പറയുന്ന ഈ ഒരു ഫോമിലുള്ളതാണ് എടുക്കേണ്ടത്. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ എന്താ തിയറം പറയണമെന്ന് നോക്കാം. ലെറ്റ് ഈച്ച് ഫങ്ഷൻസ് f1 f2 etc up to fn and the partial derivatives f1 dou f1 divided by dou x1 dou f2 divided by dou x2 etc up to dou fn divided by dou xn എന്ന് പറയുന്നത് be continuous in a region of t x1 x2 etc to xn സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പം XY സ്പേസ് എന്ന് XY പ്ലെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ XY പ്ലെയിൻ എന്ന് പറയുക. വെറും X ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു X ആക്സിസ് ഉള്ളൂ. 3 ഡയമെൻഷനൽ വരുമ്പോഴുകൂടി നമുക്ക് ഫിഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് കുറേ 3, 4, 5 വേരിയബിൾ ആകുമ്പോഴുള്ള നമുക്കൊരു സ്പേസ് ഉണ്ട് എന്ന് പറയുന്നത് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ, വിഷ്വലൈസബിൾ അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
അതായത് ടി x1 x2 എക്സെട്രാ ടു xn സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഒരു റീജിയൻ ആർ എന്ന് പറയുന്ന റീജിയൻ, നമ്മുടെ ആർ എന്ന് പറയുന്ന റീജിയൻ ഏതാണ്, ടി x1 x2 എക്സെട്രാ ടു xn സ്പേസ് എന്ന് പറയുന്നതാണ്. അവിടെ ഏതൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്, ഈച്ച് ഓഫ് ദ ഫംഗ്ഷൻസ് f1 എന്ന് പറയുന്നതും f2 എക്സെട്രാ ടു fnഉം അതുമാതിരി തന്നെ അതിൻ്റെ ഓരോ f1ൻ്റെ പാർഷ്യൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുമ്പോൾ ഏതായിരിക്കും, ഡോ f1 ഡിവൈഡഡ് ബൈ ഡോ x1, ഡോ f2 ഡിവൈഡഡ് ബൈ ഡോ x2 എക്സെട്രാ ടു ഡോ fn ഡിവൈഡഡ് ബൈ ഡോ xn എന്ന് പറയുന്നത് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി ആ സ്പേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ കുറച്ചുകൂടി കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ സ്പേസ് ഡിഫൈൻ ചെയ്തിരുന്ന കണ്ടീഷൻസ് ഫുള്ളായിട്ടില്ല. ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ ആയിരിക്കണം, ആൽഫ 1 ലെസ് ദാൻ x1 ലെസ് ദാൻ ബീറ്റ 1 എക്സെട്രാ ടു ആൽഫ n ലെസ് ദാൻ xn ലെസ് ദാൻ ബീറ്റ n എന്ന് പറയുന്നതായിരിക്കും. അതായത് ഓരോന്നിനും ടി എന്ന് പറയുന്നത് ഇത്ര റീജിയൻ്റെ ഉള്ളിൽ ഇന്ന വാല്യൂസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുമാതിരി തന്നെ x1ൻ്റെ വാല്യൂ ഇന്ന വാല്യൂ, അതായത് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 ലെസ് ദാൻ ടി ലെസ് ദാൻ 6 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോമില അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ടിയും x1 എക്സെട്രാ ടു xn എന്നൊക്കെ പറയുന്നത് ഓരോ വാല്യൂസിൻ്റെ ഉള്ളിലും നമുക്ക് ബൗണ്ട് ചെയ്തിട്ട് കിടക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ലെറ്റ് ദ പോയിന്റ്, നമ്മളെ ഇനീഷ്യൽ പോയിന്റ് നമ്മളിവിടെ പറയുകയാണ്. നമ്മളിവിടെ f1 f2 എക്സെട്രാ ടു fn, അതായത് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് അതായത് ടി x1 x2 എക്സെട്രാ ടു xn എന്ന് പറയുന്ന സ്പേസ് ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ വെറുതെ ടി മാത്രം പറയുമ്പോൾ, ടി എന്ന് മാത്രം, അതായത് ഒരു ടി ഉള്ള സ്പേസ് മാത്രം കൺസിഡർ ചെയ്യുക പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ടി നോട്ട് എന്ന് മാത്രമാണ് ഒരു ഇനീഷ്യൽ കണ്ടീഷനിൽ നമുക്ക് ടി നോട്ട് മാത്രമേ വരാറുള്ളൂ അല്ലേ. അതുമാതിരി നമ്മളിപ്പോൾ അടുത്തൊരു വേരിയബിൾ കൂടി ഉണ്ട് വിചാരിച്ചോ, എക്സും വൈ ഒക്കെ ഉണ്ടെങ്കിൽ എക്സ് വൈ പ്ലെയിനിൽ വരുമ്പോൾ ഒരു പോയിന്റ് നമ്മൾ പറയാറെങ്ങനെ, അതായത് ഇതെന്ന് പറയുമ്പോൾ ഒരു ലൈനിലെ പോയിന്റ് നമ്മൾ പറയുമ്പോൾ അതായത് ടി നോട്ട് എന്നോ അല്ലെങ്കിൽ എക്സ് നോട്ട് എന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ലൈനിൽ ഒരു പോയിന്റ് ആകുമ്പോൾ, പ്ലെയിനിൽ ഒരു പോയിന്റ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, അതായത് എക്സ് വൈ പ്ലെയിനിൽ ഇവിടെയുള്ള ഒരു ആർബിട്രറി ആയിട്ട് ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. അത് 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ ആ ഒരു നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതേമാതിരി നമ്മളുടെ സ്പേസ് ഏതാണ്, ടി x1 x2 എക്സെട്രാ xn സ്പേസ് ആണ്. സോ അതിൽ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏത് ഫോമിലായിരിക്കണം, ടി നോട്ട് x1 നോട്ട് x2 നോട്ട് എക്സെട്രാ xn നോട്ട് എന്ന് പറയുന്നതാണ് ബി ഇൻ ആർ. ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ റീജിയൻ, ആ സ്പേസ്, ആ സ്പേസ് ഏതായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസിലെ പോയിന്റ് ആണ് എന്ന് എടുത്തു കഴിഞ്ഞാൽ then there is an interval mod t minus t naught less than h in which there exists a unique solution എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ഇന്റർവെൽ ഉണ്ടായിരിക്കും, mod t minus t naught less than h എന്ന് പറയുന്നത് അവിടെ യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്, x1 is equal to 5(1) of t, x2 is equal to 5(2) of t, etc. xn is equal to 5n of t of the system of differential equation. നമ്മൾ ഫസ്റ്റിലെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, x1 dash is equal to f1 of t, അങ്ങനെ എഴുതില്ലേ ആ സിസ്റ്റത്തിൻ്റെ. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ xn ഡാഷ് വരെ എഴുതി വെച്ചിട്ടുണ്ട് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. അത് ഏതൊക്കെ ഇനീഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയണത്, സാറ്റിസ്ഫൈങ് ദ ഇനീഷ്യൽ കണ്ടീഷൻ x1 of t നോട്ട് അതായത് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിരുന്നു ഞാൻ പറഞ്ഞത് ഈ തിയറം എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ആ സിസ്റ്റം എന്താണെന്ന് എടുത്ത് എഴുതണം. ആ സിസ്റ്റത്തിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എഴുതുക, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറയേണ്ടത്, അപ്പോൾ ഇവിടെ 1 തന്നെയായിരിക്കും, പക്ഷെ ഇവിടെ എന്ത് കൊടുക്കണം, 2 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. ഓരോ നമ്മളൊരു സിസ്റ്റം എഴുതി അതിലെ എല്ലാ ഫംഗ്ഷൻസും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയണത് ഒരു ആർ എന്ന് പറയുന്ന സ്പേസ്, ആ സ്പേസ് നമ്മൾ ടി x1 x2 എക്സെട്രാ ടു xn എന്ന് പറയുന്ന ഒരു സ്പേസിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, there exists a unique, അതായത് ആ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് നമുക്ക് യുണീക്ക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതായത് x1 is equal to 5(1) of t, x2 is equal to 5(2) of t, etc. xn is equal to 5n of t ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു n സിസ്റ്റം ആണ്, അപ്പോൾ n സൊല്യൂഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ n, അതായത് നമുക്ക് x1 x2 എക്സെട്രാ ടു xn ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാത്തതാണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള x1 x2 എക്സെട്രാ ടു xn ഓഫ് ടി, അതൊക്കെ ഫംഗ്ഷൻ ആയിട്ടാട്ടെ വരെ x1 ഓഫ് ടി, x2 ഓഫ് ടി, x3 ഓഫ് ടി, എക്സെട്രാ ടു xn ഓഫ് ടി ആയിരുന്നു. അതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ഈ ഒരു തിയറം പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു പാർട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു തിയറം കൂടിയും പറയുന്നുണ്ട്. രണ്ടും കൂടിയും ചേരുമ്പോഴാണ് നമ്മുടെ എക്സിസ്റ്റൻസും യൂണിക്ക്നെസ് കൂടി ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് അങ്ങനെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദർ എക്സിസ്റ്റ് എ യുണീക്ക് സൊല്യൂഷൻ, നമ്മൾ ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം, അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് തിയറത്തിന് പറയാൻ വേണ്ടിയിട്ടുള്ള
ഓരോ കണ്ടീഷൻസ് തന്നിട്ടുണ്ട് എന്നാണ്. ഓക്കെ, പിന്നെ അടുത്ത തിയറം എന്താ പറയണത് നോക്കിക്കഴിഞ്ഞാൽ ഈ തിയറത്തിന് നമുക്ക് എന്തില്ല, ഇവിടെ നമുക്ക് പുതിയ സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടല്ല, ആ ഒരു ഫസ്റ്റ് പറഞ്ഞ സിസ്റ്റം, അതായത് ഫസ്റ്റത്തെ തിയറത്തിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഫസ്റ്റ് പറഞ്ഞ സിസ്റ്റം എടുക്കണം, അതുമാതിരി തന്നെ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എഴുതണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ തിയറം പറയുന്നത് നമ്മുടെ ലീനിയർ ഇക്വേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ അതൊരു ലീനിയർ ഇക്വേഷനിലോട്ട് വരുമ്പോൾ, അതായത് ആദ്യത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ലീനിയർ കേസിനും നോൺ ലീനിയർ കേസിനും കൂടെയും പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് ലീനിയർ കേസസിന് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇതിൻ്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കാം എന്താ തിയറം പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് എൻ ലീനിയർ ഇക്വേഷൻ. ഇപ്പോൾ എൻ ലീനിയർ ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ദ ഫംഗ്ഷൻ P11, P12 എക്സെട്ര അപ് ടു Pn, G1, G2 എക്സെട്ര അപ് ടു Gn ആർ കണ്ടിന്യൂസ് ഓൺ എൻ ഓപ്പൺ ഇന്റർവൽ I, alpha less than t less than beta, then there exists a unique solution. x1 is equal to phi 1 of t, x2 is equal to phi 2 of t, etc. up to xn is equal to phi naught of t of the system. ഏത് സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം? that answer satisfy the initial condition. അതായത് നമ്മൾ തൊട്ട് മുന്നിലല്ല, അപ്പോൾ ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ 3 എന്നല്ല എഴുതിയേക്കന്നെ. ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എന്തായിരുന്നു അവിടെ ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? x1 of t naught is equal to x1 naught, x2 of t naught is equal to x2 naught, etc. xn of t naught is equal to xn of naught എന്ന് നമ്മളവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് എഴുതണം. അത് നമ്മൾ അവിടെ എഴുതണം. അവിടെ ഇക്വേഷൻ 3 എന്നല്ല, അതിന് പകരം നമ്മൾ ആ ഒരു ഇത് പറയുന്നത് വെർ ടി നോട്ട് ഈസ് ദ സ്പെസിഫൈഡ് വാല്യൂ ഓഫ് ടി ആൻഡ് x1 നോട്ട്, x2 നോട്ട്, എക്സെട്ര ടു xn നോട്ട് ആർ ദ പ്രിസ്ക്രൈബ്ഡ് നമ്പേഴ്സ്. മോർ ഓവർ ദ സൊല്യൂഷൻ എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ ഐ എന്ന് പറയുന്നത്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഇൻ്റർവെൽ ഐയിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു തിയറായിട്ട്, ഈ ഒരു തിയറത്തിലുള്ള ഡിഫറൻസ് എന്താ നമുക്ക് ഇവിടെ വന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ലിനിയർ ഇക്വേഷൻ്റെ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞു. നമ്മൾ തൊട്ട് മുകളിലത്തെ തിയറത്തിൽ പറഞ്ഞത് ലിനിയർ ആയിക്കോട്ടെ നോൺ ലിനിയർ ആയിക്കോട്ടെ അതിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എന്ന് പറയുന്നത് ലിനിയറിന് നമ്മൾ എന്താ പറയുക സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ലിനിയർ സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ നമ്മളിവിടെ പറയേണ്ടത് ഏതായിരിക്കണം? നമ്മുടെ ഈ ഓരോ P11, അതായത് P11, P12 എക്സെട്ര ഇത് അങ്ങനെയുള്ള എല്ലാതും എന്ന് പറയുന്നത് G1, G2 എക്സെട്ര ടു Gm എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു ഓപ്പൺ ഇൻ്റർവെൽ I എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ആ ഇൻ്റർവെല്ലിൽ ഒരു യൂണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അത്രയായിരുന്നു ഇവിടെ നമുക്ക് എന്ത് പറയാനുണ്ടായിരുന്നത്? എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറംസ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം ഫോർ ബോത്ത് ലീനിയർ കേസ് നോൺ ലീനിയർ കേസ്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ ഫസ്റ്റ് തിയറം എഴുതി വെച്ചാൽ മതി. അല്ല ലീനിയർ കേസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കേസ് എഴുതണം. അതിന് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട തിയറം 1 നമ്മൾ ആ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് സിസ്റ്റം ഏതാണെന്നും ഇനീഷ്യൽ കണ്ടീഷൻ എന്താണെന്നും എടുത്ത് എഴുതണം. എന്നിട്ട് വേണം നമ്മൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിയറം എഴുതുമ്പോൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കണ്ടീഷൻ 3 എന്നൊന്നും എഴുതി വയ്ക്കരുത്. നമ്മുടെ കണ്ടീഷൻ 3ക്ക് പറയുന്നത് എന്തായിരിക്കണം? ആ കണ്ടീഷൻ 3 എന്താണെന്ന് നമ്മളവിടെ എടുത്ത് എഴുതാം. പിന്നെ ഈ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതുന്ന സമയത്ത് നമ്മൾ പുതുതായിട്ട് ഇക്വേഷൻ എഴുതുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ സിസ്റ്റം ഇക്വേഷൻ 4 എന്ന് എഴുതി കൊടുത്ത് ഇത് 1 എന്ന് വേണം നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ അവിടെയും കൊണ്ടിട്ട് 4 എന്നൊന്നും എഴുതി വെക്കരുത്. അപ്പോൾ നമ്മൾ അവിടെ എന്താക്കിയിട്ട് മാറുക? ഇക്വേഷൻ 1 എന്നാക്കി റീപ്ലേസ് ചെയ്ത് മാറ്റും. ഓക്കെ.